സുന്ദരിയാക്കട്ടെ എലിക്കുട്ടിയമ്മനെ, അല്ലേ? എലിക്കുട്ടിയമ്മനെ സുന്ദരിയാക്കട്ടെ. വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നിപ്പോൾ രാവിലെ എലിക്കുട്ടമ്മ എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ വലിയ ക്ഷീണമൊന്നും കാണിച്ചിട്ടില്ല. ഇന്നലെ രാത്രി എലിക്കുട്ടൻ നന്നായിട്ട് ഉറങ്ങി. ഇന്നലെ രാത്രി പ്രാർത്ഥനയൊന്നും ചെല്ലിയില്ല, അതുകൊണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് രാവിലെ ഉഷാറായിട്ട് എണീറ്റിട്ടുണ്ട്. പ്രാർത്ഥന ചൊല്ലി അവർ അനക്കൂല, മറ്റേ ഇടയ്ക്ക് തന്നെ കിടന്ന് പറയുന്നതായിരുന്നു. ഒരു അനക്കൂല, നന്നായിട്ട് കിടന്നുറങ്ങി അല്ലേ? പക്ഷെ മുഖത്തിനൊക്കെ അങ്ങോട്ട് ചുളുങ്ങില്ല, ആ വൈകിട്ടത്തെ ഉഷാറ് കാണുന്നില്ല. ചെരുപ്പെടുന്ന കാര്യം ആരിക്കൂട്ടാൻ മറന്നു വന്നോ? ചെരുപ്പെടുത്ത് മൂളി വെച്ചിരിക്കുമല്ലേ? അമ്മേ, അമ്മയുടെ ചെരുപ്പ് എന്തിയേ? അമ്മയുടെ ചെരുപ്പ് ഉണ്ടോ? ചെരുപ്പിടുന്ന കാര്യം മറന്നു പോവാണല്ലോ. ചെരുപ്പിടണ്ടേ? ചെരുപ്പ് അയ്യോ, ചെരുപ്പിടണം. ആ അതെ, കാലിനും എപ്പോഴും പിന്നെ വേദനയാന്ന് പറയുന്നില്ലേ? വിരലവിടെ എവിടെയെങ്കിലും ചെയ്ത് തട്ടിയിട്ടല്ലേ വേദന എടുക്കുന്നേ. ചെരുപ്പെടുത്തിടണം കേട്ടോ, ചെരുപ്പെടുത്തിട്ട് നടക്കുമ്പം. പക്ഷേ ആ മുരങ്ങൽ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട്. ഒന്ന് കാണിച്ചേക്കാം. ഈ ആ ചെരുപ്പെടുത്താണേ, ആ ചെരുപ്പെടുത്തിട്ട് നടക്കുക. ചെരുപ്പ് അവിടെ കൊണ്ട് വെച്ചേക്കൂല്ലേ? ഇന്നലെ അവിടെ കൊണ്ട് വെച്ചല്ലേ? അവിടെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് വേദനയാന്ന് പറയുന്നുണ്ട്. പോകാൻ നേരത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴല്ലേ ഇട്ടുകൊണ്ട് നടക്കണേ? പോകാൻ നേരത്തെ മാത്രം ഇട്ടാൽ മതിയോ? പെരക്കാത്ത കൂടെ ഇടുന്ന ചെരുപ്പ് പെരക്കാത്ത കൂടെ ഇട്ടുകൊണ്ട് നടക്കണം. അവനവൻ്റെ കാര്യമായത്, ഇത് അവനവൻ്റെ കാര്യത്തിൽ പെട്ടതാ, അതുകൊണ്ടാണ് നോക്കുന്നത്. നാട്ടിലുള്ളവരെ മുഴുവൻ നോക്കാൻ പറ്റിയല്ലോ. എലിക്കുട്ടിയമ്മ നാട്ടിലുള്ളതല്ല, എൻ്റെ അമ്മയല്ലേ? എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കണ്ടേ? എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ നോക്കണ്ടേ? അതുകൊണ്ട് നടക്കത്തില്ല. കാലുവേദന കാരണം നടക്കത്തില്ല, അതുകൊണ്ടാണ് ചെരുപ്പിട്ട് നടക്കണമെന്ന് പറഞ്ഞത്. ആ വിരലെങ്ങാണ്ട് തട്ടി ചതഞ്ഞിട്ടില്ലേ? കാലയിൽ ഒരു വിരലേ ചെരുപ്പിടാതെ നടന്ന് എവിടെയോ തട്ടി ഒരു വിരലിൻ്റെ തൊലി പോയിട്ടുണ്ട്. അപ്പം അതിനാണ് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ ചെരുപ്പിടുന്നില്ല. ചെരുപ്പിടാതെ നടക്കുമ്പോൾ അത് കൂടുതലാവും. മനസ്സിലായോ? ചെരുപ്പിട്ടുണ്ട് നടക്കേ. എവിടെ? അവിടെ ഒന്നും ആരും ഇരിപ്പില്ല, തോന്നണ ഇല്ലെന്നേ. അത് ചുമ്മാ എണ്ണക്കുപ്പിയുടെ പരസ്യമാണ്. ബാബുച്ചേട്ടൻ്റെ എണ്ണക്കുപ്പിയുടെ പരസ്യമല്ലേ? രാവിലെ വിലൊക്കെ തേച്ച് നേരത്തെ വല്ലതും കഴിക്കാം. ഇന്നലത്തെ പോലെ വേണ്ട. ഇന്നലെ താമസിച്ചല്ലേ കഴിച്ചത്? 3-4 ദിവസത്തെ വൈകിട്ട് പ്രാർത്ഥനയും ക്ഷീണവും കാരണം. വെട്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കൊണ്ടുപോവാം, അതൊക്കെ നമുക്ക് കൊണ്ടുപോവാം. ക്ഷീണം അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. രാവിലെ ഉഷാറായിക്കേ, വല്ലതും കഴിക്കണ്ടേ? രാവിലെ ഉഷാറാകണ്ട, വല്ലതും കഴിക്കണ്ടേ? രാവിലെ വല്ലതൊക്കെ കഴിക്കണ്ടേ? ജോമോൻ ചോദിക്കുമ്പോ അമ്മയുടെ മോന്ത് വേറെയായേ. എന്താ അമ്മ ഇങ്ങനെ ജോമോനോട് ഇത്ര ഇഷ്ടക്കുറവുള്ളത്? ഈ ജോമോനോട് എന്റെ അമ്മയ്ക്ക് ഇത്ര ഇഷ്ടക്കുറവ്? ഇത് അമ്മേനെ വല്ല ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഈ മകൻ നല്ലതാണെന്നാ പറയുന്നത്. എന്താ അമ്മ ഇങ്ങനെ? അമ്മയ്ക്ക് മകനായിട്ട് തോന്നണില്ല, അതായിരിക്കും. അതിന് എല്ലാവരോടും അങ്ങനെ തോന്നണ്ടേ? അല്ല, അത് ഇപ്പം പൊതുവെ എന്നോട് അങ്ങനെ ആയിരുന്നല്ലോ. ചില സമയത്ത് അങ്ങനെയല്ലേ? മകനല്ലല്ലോ, അയലോക്കക്കാരനൊക്കെ അല്ലേ, അതുകൊണ്ടുള്ള തോന്നലായിരിക്കും. പ്രത്യേകിച്ച് ആണുങ്ങൾ, അമ്മ പോലെ പ്രായം കുറഞ്ഞ ആള്, അതെല്ലാം കൂടെ കൂടിയാ ഉള്ള വിഷയങ്ങളാ അല്ലേ? കൊടുക്കാൻ പറഞ്ഞത് അന്നേച്ചു പോയതാണോ? ആരാമേ? എന്നതാ ഈ ചെരുപ്പ്? ആർക്ക് കൊടുക്കാനാ? അവന്. ഏതവന്? ഞങ്ങളും എന്റെ പിള്ളേരിട്ടോണ്ട് വന്നതാ. ആണോ? പിള്ളേരിട്ടോണ്ട് നടന്നതൊക്കെയാണോ അവിടെ കൊണ്ട് അമ്മയ്ക്ക് തരുന്ന എല്ലാവരും? അതല്ലേ പഴയതൊക്കെ അവിടെ തരുന്നല്ലേ? കഷ്ടാട്ടോ. ഒരു പുതിയ ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ ഈ മക്കൾക്കാർക്ക് കഴിവില്ലാണ്ടായി പോയല്ലോ. എന്റെ ദൈവമേ, എല്ലാവരുടെയും പഴയതൊക്കെ തന്നേച്ച് പോവുക അല്ലേ? അമ്മയ്ക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാൻ മേലായിരുന്നോ? ഞാൻ നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നേച്ച്
എനിക്ക് ഈ പഴയതൊക്കെയാണോ കൊണ്ട തരുന്നേന്ന് ചോദിച്ചു. എനിക്ക് തന്നില്ല. ആ അത് മക്കളെ എത്തിച്ചേരുമ്പോ ആ അമ്മയ്ക്ക് നേരെ കൊണ്ട് തരാൻ പേടിയാ. ആ അമ്മ വലിച്ചെറിയുന്നറിയാം. അതുകൊണ്ട് വല്ലവരെയൊക്കെ ഏൽപ്പിച്ചങ്ങ് പോകും. ഞാൻ മേടിക്കുന്നറിയാം. ആ ഇതൊക്കെ തന്നിച്ച് പോയി ഞാൻ എടുത്തത്. ആ അത് ശരിയാ. ഓർമ്മയില്ലാത്തോണ്ട് ഇങ്ങനെയൊക്കെ പറ്റിച്ചു പോകാമല്ലോ. ഓർമ്മയുള്ള കാലത്തായിരുന്നു ഈ നടക്കുവായിരുന്നു. ആ ആ എലിക്കുട്ടി മോൾ ആരായിരുന്നു അപ്പൊ മനസ്സിലായേനെ. വലിച്ചെറിഞ്ഞാനല്ലേ? അമ്മ അങ്ങനെ മിണ്ടോന്നിരുന്നേ, അമ്മ കേട്ടോണ്ടിരിക്കുള്ളൂ. ആര് പറഞ്ഞു? അമ്മ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുള്ള എന്നോടാ. എങ്ങോട്ടാ ഞാൻ പോണ? നീ എല്ലാരും എങ്ങോട്ടാ പോണം? നമ്മളോ എങ്ങോട്ട് വേണേലും പോകാം. അമ്മ തയ്യാറാണെങ്കിൽ നമുക്ക് എവിടെ വേണേലും പോകാം. എങ്ങനെയാന്ന് എനിക്കൊന്നും അറിയത്തില്ല. നമുക്ക് പല്ല് തേച്ചിട്ട് വല്ലതും കഴിച്ചാലോ? ഈ ചെരുപ്പ് ആരായിരിക്കും? ദേവനായിരിക്കും. ഈ പഴയ കൊണ്ട് തന്നെ ഈ പഴയ ചെരുപ്പ് ഏത് മകനായിരിക്കും ഈ പഴയ? എന്താ എപ്പം നേരത്തെ പറഞ്ഞപ്പോ നേരം വെളുത്തോളല്ലോ, പിന്നെ എങ്ങനെയാ? ഞാനൊന്ന് കൊണ്ടുവന്നായിരുന്നു, തേക്കുന്നില്ലെന്ന് പറഞ്ഞു. ആണോ? അന്ന് ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയിച്ചു 2ാം ക്ലാസ് വരുന്നതാ. അതായിരിക്കും. എന്നാ പറയുന്നേ? ഈ പഴയ ചെരുപ്പ് കൊണ്ടുവന്നതിന്റെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ആരാ പഴയ ചെരുപ്പ് കൊണ്ടുവന്നേ? ആരാത് കാണിച്ചെന്നോ? ഞാൻ ഇട്ട് കൊടുക്കാം. എല്ലാം എന്റെ തല്ലി ഞാൻ ഏത് മകനാ കൊണ്ടുവന്നത്? അത് ഏത് മകനാ കൊണ്ടുവന്നേ? എന്നാ പിന്നെ ഇത് പറയരുത് കേട്ടോ. അതെ അതെ, നമ്മളെ സ്വീകരിച്ചേച്ച് ഇങ്ങനെ പറയരുത്. എന്നാന്ന് ചോദിച്ചാല് ഇങ്ങനെ പഴയത് കൊണ്ട തന്നെന്നും അതൊന്നും പറയണ്ട. അമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങിച്ച പഴയതാണെന്ന് മനസ്സിലായായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മേടിച്ചാ പോരായിരുന്നോ? പല്ല് തേക്കുന്നില്ലേ? പല്ല് തേക്കുന്നില്ലേ? എവിടെ തേച്ച് കൊണ്ട് ചെരുപ്പ് നോക്കിയിട്ട് കിടക്കുക. പല്ല് തേക്ക്. വലിയ പല്ലൊക്കെ തേച്ച് നല്ല ക്ലിയർ ആയിട്ട് നാക്കൊക്കെ പിടിച്ച് എന്ത് സമയമെടുത്ത് പല്ലൊക്കെ തേച്ചിട്ടിരുന്ന അയൽക്കുട്ടിയാ. പല്ലിനടയെല്ലാം കുത്തി കുത്തി അല്ലേ? അങ്ങനെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നടന്നുകൊണ്ട് എലിക്കുട്ടിയമ്മയാണ്. എലിക്കുട്ടിയമ്മയുടെ നീറ്റ്നെസ് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാ വെയിറ്റ് വാ കഴിക്കാം. ചെരുപ്പൊക്കെ ഇട്ടാണോ കിടക്കണേ? ചെരുപ്പൊക്കെ ഇട്ടാണോ കിടക്കണത്? ഏറ്റു പോന്നാ മതി. ബാ കഴിക്കാൻ എടുത്തു വെച്ച് ഞാൻ ഇതേ ഇവിടെ. എന്നാലും ആ എലിക്കുട്ടിയമ്മയ്ക്ക് പഴയ ചെരുപ്പ് കൊണ്ട് കൊടുത്ത ഏത് മകനായിരിക്കും? എലിക്കുട്ടിയമ്മേ കണ്ടുപിടിക്കാം. ഏത് മകനാ എലിക്കുട്ടിയമ്മ പഴയ ചെരുപ്പ് കൊണ്ട തന്നെ? എട്ട ചെരുപ്പ് കൊണ്ട തന്നെ? അത് മക്കൾ ആരാണ്ട് വിട്ടത്. മക്കൾ ആരാണ്ട് ഇട്ടത്? അത് ഏത് മകനായിരിക്കും? അത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. കണ്ടുപിടിച്ച് ഇവരെയൊക്കെ കാണിക്കണം. അമ്മയുടെ മക്കളെയൊക്കെ കാണിക്കണം. അമ്മ ഈ പഴയ ചെരുപ്പ് കൊണ്ട് തന്ന മകനെ ഏത് മകനായിരിക്കും? അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നീ അറിയിക്കും. അതാരായിരിക്കും അത് ആ പഴയ ചെരുപ്പ് കൊണ്ടു തന്നെ? സ്ഥലം മാറിയാണോ? സ്ഥലം മാറി ഉള്ളവര് കൊണ്ട തന്ന് പറ്റിച്ചേച്ച് പോയതാ അല്ലേ? എന്നെങ്കിലും ആകട്ടെ. അവൻ ആ കാര്യം വിട്. അമ്മ ചുമ്മാ എന്തോ പറഞ്ഞു. ഇനി അതേ തൂങ്ങി പിടിച്ചോണ്ട് നടക്കുവല്ല അവിടെ. അറിയണ്ടേ അത് ആരാ പണി കാണിക്കണമെന്ന് അറിയണ്ടേ? എലിക്കുട്ടിയമ്മയുടെ ഏത് മകനായ പഴയ സാധനങ്ങൾ മക്കളെ മേടിച്ചുകൊണ്ട് തരുന്നത് എല്ലാവരും അങ്ങനെയാണോന്ന് അറിയണ്ടേ? അതോ ഒരു മകൻ മാത്രമേ ഉള്ളോ? എല്ലാ മക്കളും അങ്ങനെയാണോന്ന് അറിയണ്ടേ? അതിനുവേണ്ടിയല്ലേ ചോദിച്ചത്? എന്നാത്തിനാ എന്റെ അമ്മ സമ്മതിക്കായിരുന്നു തോന്നുന്നതിലേക്ക് പോകാൻ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ അമ്മ ഇപ്പൊ കൊച്ചു കുഞ്ഞിന്റെ ഭാഗമാണ്, പ്രായമാണ് ഇപ്പൊ അമ്മയുടെ മനസ്സിൽ. അവര് കണക്കിന് പോയാ പെൺപിള്ളേർ ഇങ്ങനെ ചുമ്മാ അഴിഞ്ഞാടാൻ പോകരുത് കേട്ടാ. അതാ നല്ലത്. പക്ഷെ ഇപ്പോഴത്തെ പെൺപിള്ളേരൊന്നും ആൺപിള്ളേരൊന്നും എല്ലാരും അങ്ങ് പോയേക്കുവാ അഴിച്ചു വിട്ട പോലെ. അതെ അതെ അതെ, അഴിച്ചു വിട്ട പോലെ പോയേക്കുവാ. പണ്ട് കാലത്തായിരുന്നു അങ്ങനെയൊന്നും വിടിയാലാത്തത്. അതെ നീ എന്നാ കഴിച്ചോ. പല്ല് തേക്കുന്നില്ലേ? പല്ല് തേക്കുന്നില്ലേ? ഇത് അമ്മയുടെയാ. ഒരു ദിവസം പല്ല് തേച്ചില്ലെന്ന് കുഴപ്പമൊന്നുമില്ല, എല്ലാ ദിവസം പല്ല് തേക്കുന്ന. ഞാനാ കൊണ്ട വെച്ചത്. എന്നെ അറിയാവോ? എന്നെ അറിയാവോ? പിന്നെ ആരാ എന്നാ പറഞ്ഞേ. നല്ല ചൂടാ. ഇച്ചിരി ചൂടാറട്ടെ. അവിടെ ഇരിക്കേ.
എന്നെ അറിയാവോന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ആരാന്ന് പറഞ്ഞില്ല. അറിയാന്ന് പറഞ്ഞു അല്ലേ? ആരാന്ന് പറഞ്ഞില്ല. പയ്യെ അറിഞ്ഞാൽ മതി. പയ്യെ അറിഞ്ഞാൽ മതി. ധൃതി വെച്ചൊന്നും അറിയണ്ട. ആരാന്ന് നീ തന്നെ ധൃതി വെച്ചറിയണ്ട. നീ പതുക്കെ അറിഞ്ഞാൽ മതി അല്ലേ? അമ്മയുടെ കളി. ഇതൊക്കെ എലിക്കുട്ടി അമ്മയുടെ അമ്മ അറിഞ്ഞാൽ അഴക്കൊണ്ടാക്കുന്നില്ല. ആ അല്ലേ? അമ്മ കഴിക്കുമ്പോ ശല്യപ്പെടുത്തരുതേ. അമ്മനെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല. അമ്മ എന്നാലും ഇങ്ങനെ പറഞ്ഞാലേ നമ്മളങ്ങനെ പറയുന്നില്ലല്ലോ. അമ്മ അതിനിടയ്ക്ക് ഇങ്ങോട്ട് കമന്റ് പറയുന്നതല്ലേ. ചൂട് കൂടുതലുണ്ടോ? ചൂട് കൂടുതലുണ്ടോ? ഇല്ല. ആ ആകാം. എന്നാ കഴിച്ചോ വേഗം വേഗം. വേഗം വേഗം അങ്ങ് പോരി കുടിച്ചോ. മധുരം ഉണ്ടോ? മധുരം കൊണ്ടും ഒരുപാട് തടി പോലെയുള്ളതൊന്നുമില്ല. തടി പോലെയുള്ളതൊന്നും അതിന് തടി പോലെ കിടക്കണേ. അത് നട്ട്സും സാധനങ്ങളൊക്കെ എല്ലാം നല്ല മയമാ. കുടിച്ചോട്ടോ. ഇങ്ങനെ വേണം ഇരിക്കാൻ. ഇങ്ങനെ വേണം കേട്ടോ ഇരിക്കാൻ. ഇങ്ങനെ വേണം കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട്. നട്ട്സ് വേണം, അത് വേണം, ഇത് വേണമെന്നൊന്നും പറഞ്ഞേക്കാം. അമ്മ എല്ലാം ഒറ്റ തുപ്പാത്തിരിക്കാത്തോട്ട്. ഇനിയിപ്പോ അമ്മയ്ക്ക് നട്ട്സ് പൊടിച്ചു കൊടുക്കേണ്ടത്. നട്ട്സൊക്കെ പൊടിച്ചിട്ട് കൊടുത്താലേ നടക്കുള്ളൂ. അത് തന്നെ കറുത്തതോ അങ്ങനെയുള്ള അതെല്ലാം എടുത്ത് തിരഞ്ഞു വെക്കും. ഈ മുന്തിരിങ്ങ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. എല്ലാം നല്ല വൈറ്റ്, നമ്മുടെ ഡ്രസ്സ് പോലെ എല്ലാം വെളുത്തതായിരിക്കണം. എന്നാലും ചെരുപ്പ് കൊണ്ടുവന്ന ആരാന്നുള്ളത് എനിക്ക് മനസ്സിലാകും. പഴയ ചെരുപ്പ് ഏത് മക്കളാ പഴയ ചെരുപ്പ് കൊണ്ടുവരും? ഞാൻ എൻ്റെ കാര്യം പറയുന്നത് ശരിയാ. ഞാൻ കൂടുതൽ ഇട്ടിരിക്കുന്നത് ചേട്ടായുടെ സെക്കൻഡ് ഹാൻഡ് ഷർട്ടാ. ചേട്ടായി ഇട്ട് മാറുന്ന ഷർട്ടുകളാണ് ഞാൻ കൂടുതൽ ഇട്ടിരിക്കുന്നത്. അത് ശരിയാ. പക്ഷെ അമ്മ അങ്ങനെ ഇട്ടിട്ടില്ല. അമ്മ അങ്ങനെ സെക്കൻഡ് ഹാൻഡൊന്നും ഇട്ടിട്ടില്ല. ഡ്രസ്സൊക്കെ കൂടുതൽ ഞാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ തണുക്കുന്നുണ്ടോ? നല്ല ചൂടാണല്ലോ രാവിലെ. ഇങ്ങനെ ചുമയാണ്. ഇതൊക്കെ അലർജിയാണ്. ഇനി ഒരു ചുമ. കഴിക്ക്. ആലോചിച്ചിരിക്കണ്ട, പെട്ടെന്ന് കഴിച്ചോ. എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്, എന്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒത്തിരി തണുത്ത് പോയാലേ കൊള്ളത്തില്ല. ഞാനും കഴിച്ചേക്കാം. ഇന്നലെ ഇന്നലെയൊക്കെ മഴക്കാറുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് കഴിച്ച് ചേർക്ക, തണുത്ത് പോകുന്നതിന് മുമ്പ് കേട്ടാ. പെട്ടെന്ന് ഇറങ്ങി കഴിക്ക്. എലിക്കുട്ടിയമ്മ ഉഷാറായിട്ടുണ്ടോ നിങ്ങൾ നോക്കിയിട്ട് പറയുക. കഴിഞ്ഞ ദിവസങ്ങളിലേക്കാളൊക്കെ എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥനകൾ കൂടുതലും ഇങ്ങനെയുള്ള അസുഖാവസ്ഥ വരുമ്പോൾ എലിക്കുട്ടിയമ്മ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിലായിരിക്കും സാധാരണ കിടന്നുകൊണ്ട്. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. എണീക്കുകയില്ലായിരുന്നു, കട്ടിലിൽ നേക്കാതെ ഭക്ഷണം പോലും കഴിക്കാതെ എലിക്കുട്ടിയമ്മ പ്രാർത്ഥനക്കാരത്തിയായിരുന്നു അല്ലേ? എനിക്ക് എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥനയുടെ കാര്യം പറയുക ചെയ്തത്. പെട്ടെന്ന് പറയുന്നതുകൊണ്ട് എലിക്കുട്ടിയമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ. അതാ ചോദിക്കുന്നത് എന്നാ ഈ പറയണതെന്ന്. എലിക്കുട്ടിയമ്മയോട് പറയണതാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ന് വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉഷാറാണ്. കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ ഭക്ഷണമൊക്കെ രാവിലെ കഴിച്ചു. നിങ്ങൾ കണ്ടല്ലോ. ഇനി എലിക്കുട്ടിയമ്മ ഇങ്ങ് കുളിക്കാൻ പോവാണ്. കുളിക്കുമല്ലേ? എലിക്കുട്ടിയമ്മേ കുളിക്കുമല്ലേ? കുളിക്കണ്ടേ? പാതിരായില്ലേ ഇപ്പം രാവിലെയാ. അയലിക്കുട്ടിയമ്മേ അമ്മേനെ ഇന്ന് ജോമോൻ കുളിപ്പിക്കും. അത് കുളിപ്പിക്കുമല്ല, മാമക്കൾ കുളിപ്പിച്ച് എത്രയോ സ്ഥലത്ത് കുളിപ്പിക്കുന്നുണ്ട്. അത് കുളിപ്പിച്ച മാത്രമല്ലേ കുഴപ്പം. വയ്യാതിരുന്നോണ്ട് സമയത്ത് കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. വയ്യാതിരുന്ന സമയത്തല്ലേ അല്ലേ? ഇപ്പം എലിക്കുട്ടിയമ്മ ചെറുപ്പക്കാരത്തിയാ. 18 വയസ്സേ ഉള്ളൂ. എലിക്കുട്ടിയമ്മനെ കുളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? കുളിക്കുന്നുണ്ടോ? എലിക്കുട്ടിയമ്മ കുളിക്കുന്നുണ്ടോ? ഇന്ന് കുളിക്കണം. ഞാൻ വെള്ളം ചൂടാക്കാൻ പോവാ. കുളിക്കണം. 2 ദിവസമായി കുളിച്ചിട്ട്. പിന്നെ ആര്? ഞാൻ കുളിച്ച്. എലിക്കുട്ടിയമ്മ കുളിച്ചിട്ടില്ല കേട്ടാ. ഞാൻ കുളിപ്പിച്ചാലല്ലേ കുളിക്കുള്ളൂ.
അത് പോയി പോയി എന്തെങ്കിലും ചെയ്തു ആ കണ്ട ഇത് ദേഷ്യാണ്. ഞാൻ കുളിപ്പിച്ച് കഴിയുമ്പോ വരും ഇപ്പൊ തന്നെ. ഇത് അടിച്ചു വാരി കഴിഞ്ഞ് വെള്ളം സൗകര്യം പോലെ ഓരോരുത്തർക്കും ഓരോ സൗകര്യം ഉണ്ട് അവർക്ക് സൗകര്യം പോയി കുളിക്കാൻ കഴിയല്ല. എന്റെ പണി പറയാൻ പോവാ. പോകാറുമായിട്ട് ഓരോ കോനേരായിട്ട് ഇറങ്ങി കുളിക്കാൻ മടിച്ച് അല്ലേ? കാര്യം നോക്കി പോയി കിടക്കണം. കാര്യം നോക്കി കിടന്നിട്ട് കാര്യമില്ല. അവനവൻ്റെ കാര്യത്തിൽപ്പെട്ടത് ആ എലിക്കുട്ടിയമ്മ. എലിക്കുട്ടിയമ്മേനെ ഉഷാറാക്കണ്ട. എലിക്കുട്ടിയമ്മയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറണ്ടേ? എത്ര ദിവസമായി വൈകിട്ട് പകലാക്കി കിടന്നുകൊണ്ടിരുന്ന എലിക്കുട്ടിയമ്മ. ഇന്ന് കുളിക്കണം. ഇന്ന് കുളിച്ച് ഓപ്പൊക്കെ പറയാൻ പാതിരയല്ലേ ഇപ്പം കേട്ടോ. അപ്പം ഇപ്പം ഉച്ചയായ സമയം. ഉച്ചയാകുന്നു. ഉച്ചയായില്ല. 10-11 മണി ആയതേ ഉള്ളൂ. നീക്ക് പിന്നെ ഇത് കൊടു അത്താഴം ആ സമയത്താണ് വിളിക്കണ്ട. ആ നീലിക്കുട്ടമ്മ കുറച്ച് കയറ്റൊക്കെ നടക്കുകയൊക്കെ ആയിരുന്നു. കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓരോ ദിവസം അപ്ഡേഷൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഒന്നിനെ കൊണ്ട് ഒന്നിനും കൊള്ളിയല്ലെന്ന് മക്കളെ കൊണ്ടൊന്നും. ആണോ? ആ മനസ്സുകൊണ്ടും ഇല്ല ശരീരം കൊണ്ടും ഇല്ലെന്ന്. ആണോ? അങ്ങനെയല്ലേ? പിന്നെ അങ്ങനെയല്ലേന്ന്. ഏത് മക്കളെ കാര്യമാണ് പറയണേ? എല്ലാ മക്കളെ കൊണ്ടോ ശരീരം കൊണ്ടോ പൈസ കൊണ്ടോ ചെലവാടുമ്പോ ഒക്കെ മക്കളുടെ സുഖം അറിയണം. വിറയും അല്ലേ? പണ്ട് പറഞ്ഞിട്ടുള്ള ഡയലോഗ് അതാ എനിക്കറിയാം. അതുവരെ അവിടെ വലിയ ശല്യം കൂടാതെ അങ്ങ് പോകും. പൈസയുടെ കാര്യം വരുമ്പോ അങ്ങ് വിറച്ചില്ല അല്ലേ? ആ അതിന് പൈസ അതിനകത്ത് മരുന്നൊക്കെ മേടിക്കേണ്ട ആവശ്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ പൈസ വേണ്ട ജോമോനെ. മേടിച്ചോട്ട് അത് കൊടുത്താ പോരെ? അത് എനിക്കറിയത്തില്ല. അമ്മയുടെ എന്തോ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അമ്മ ഈ പറയുന്നത്. നമുക്ക് കുളിക്കാൻ പോവാ. നമ്മൾക്ക് കുളിക്കാൻ പോവാ. എണ്ണയൊക്കെ വെച്ച് കുളിച്ചിട്ട് വരാം കേട്ടോ. ജോമോൻ കുളിപ്പിക്കോ? ജോമോനെ കൊണ്ട് കുളിപ്പിക്കട്ടെ? അതിനാ നിങ്ങളൊന്നും കുളിപ്പിച്ചാ ശരിയായി അല്ലെന്ന്. ആണോ? ആര് പറഞ്ഞു? ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ ഒത്തിരി. അങ്ങോട്ടല്ല ഇങ്ങോട്ടാ ഇവിടെ എവിടെയാ വിളിക്കാൻ പോണേ? അമ്മ തന്നെയാണോ വിളിക്കുന്നേ? ആണോ? എന്നൊന്നും ഇല്ലെന്ന്. അമ്മ തന്നെ വിളിക്കുവോ? എന്നൊന്നും ചൂടുണ്ടോ? ആ ചൂടുണ്ട് കേട്ടോ. ചൂടില്ലെന്ന് ആരും പറഞ്ഞേക്കല്ലേ. അമ്മ ചുമ്മാ ഇരുന്ന് പറയും ചൂടില്ലെന്ന്. ചൂടൊക്കെ ഉണ്ടോ? അത് തൊട്ട് നോക്കുക. ചൂടുണ്ട് നോക്കിയാ ആദ്യമായിട്ട് അങ്ങനെ തൊട്ട് നോക്കുന്നത്. കുളിച്ചോ? ഞാൻ കുളിപ്പിക്കട്ടെ. ഞാൻ അടച്ചേര് എൻ്റെ വലിച്ചടയ്ക്കാൻ നാട്ട്. ആ എലിക്കുട്ടിയമ്മ കുളിച്ച് മിടുക്കത്തിയായല്ലോ. കുളിച്ച് മിടുക്കത്തിയായല്ലോ. കുളിച്ച് മിടുക്കത്തിയായല്ലോ എന്ന്. ആ കുളിച്ച് സുന്ദരിയായില്ലേ? കുളിച്ച് സുന്ദരിയായില്ലേ? ഇന്നായിട്ട് വിശേഷമൊന്നുമില്ലേ? ഇതിപ്പോൾ മല ഇരുന്നിട്ട് പനിയും മൂത്രം ഇതൊക്കെ ആയിട്ടിരുന്നിട്ട് മൂത്രത്തിൽ പഴുപ്പും പനിയൊക്കെ ആയിട്ടിരുന്നിട്ടേ 2 ദിവസം കൂടിയാണ് കുളിച്ചത്. ഭയങ്കര ക്ഷീണമൊക്കെ അല്ലായിരുന്നോ? കിടന്നും ഇരുന്നും പ്രാർത്ഥിച്ചും. അത് കുളിച്ചപ്പോൾ പറ്റിയ വെള്ള. തലേന്ന് വീണാ. ആ എലിക്കുട്ടിയമ്മയുടെ തലേന്ന് തലമുടിയെന്ന് വീണാന്നേ. തല തോർത്ത് കെട്ടണ്ടേ? അതിലൊന്നും വെള്ളമൊന്നുമില്ല. ഫാനല്ലേ? അത് എങ്ങനെയാണ് വെള്ളം വരുന്നത്? ഇനി അങ്ങോട്ട് തോർത്ത് കെട്ടി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും. അലമാരിക്കകത്താണോ? തല കെട്ടിക്കോ. വെള്ളം വീഴാതിരിക്കാൻ തല കെട്ടിക്കോ. തല കെട്ടുന്ന കാര്യം മറന്നുപോയാ? ആ ഇടം കെട്ടിക്കോ. അതൊക്കെ ആ ഇപ്പം അമ്മയുടെ ഓർമ്മയിലോട്ട് അതൊക്കെ വന്നിട്ടുണ്ട്. തോർത്ത് കിട്ടുന്ന കാര്യമൊക്കെ. തല കെട്ടി ശരിയായോ? അമ്മ കെട്ടിയില്ലേ? അമ്മ കെട്ടിയെന്ന് എനിക്കാണോ? കെട്ടിയില്ലേ? നോക്കി. ആ നാട്ടെ ഇച്ചിരി മുറുകാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കെട്ട് വലിഞ്ഞിട്ടില്ല, അതാണ്. ആ അതങ്ങ് തുടച്ചെടുക്കും. ആ കെട്ടിയില്ല. നമുക്ക് കെട്ടുന്നതിൻ്റെ ഇത് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അതാണ് സംഭവം. ഇടയ്ക്കൂടെ ഇപ്പം കറക്റ്റാണ്. അല്ല ഇപ്പോഴാണ് കെട്ടിയത്. കറക്റ്റായത് കെട്ടിയത്. മുമ്പ് കെട്ടില്ലായിരുന്നു.
ഇപ്പോഴാണ് കറക്റ്റായത് കിട്ടി. കാലൊന്ന് മാറ്റിക്കരുത്. കറക്റ്റായത് ഇപ്പോഴാണേ. മിടിക്കാനാ എന്നാ മിടിക്കാനാ അല്ലേ? ആ ഫാൻ്റെ കാറ്റിട്ട് കൂട്ടിയിട്ട് മിടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും എന്ത് ഫാ റിമോട്ട് എന്തി കണ്ടില്ലല്ലോ. അവിടെ ഇല്ലേ പുതപ്പിൻ്റെ അടിയിലല്ലോ ഉണ്ടോ? അവിടെ ഇരിക്കണം. ഇങ്ങോട്ട് എടുത്തു അറിയാം കപ്പിനകത്തിരിക്കുന്ന അതല്ല, അത് കളഞ്ഞ് വെച്ചിട്ട് മറ്റേ വലിയ കപ്പിനകത്ത് ഇട്ടോണ്ടോ. എലിക്കുട്ടിയമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയ നാരങ്ങ വെള്ളം കൊടുത്തേക്കാം. വെള്ളം നമ്മൾ ഇപ്പം മൊത്തത്തിപ്പോഴും വന്നപ്പനെ വെള്ളം സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചവെള്ളം കുടിക്കാൻ പാടാണ്. ബാക്കിയൊക്കെ എന്നാ കുടിക്കാൻ അതിനാ ഐസൊന്നുമില്ല. അതിന് തണുപ്പില്ല, ഒട്ടും തണുപ്പില്ല. ഇല്ലെന്നേ തണുപ്പില്ലെന്നേ. നാരങ്ങ വെള്ളം അത് തണുപ്പൊന്നുമില്ല. കുടിച്ചോ. എവിടെ തണുപ്പ്? ഇതിന് ഇവിടെ തണുപ്പിരിക്കുന്നത് എവിടെ നിന്ന്? ചെറിയ ഒരു തണുപ്പേ ഉള്ളൂ. ഈ ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ. ചൂടത്ത് ഇച്ചിരി തണുത്ത കുടിച്ചാൽ കുഴപ്പം. ചെറിയ തണുപ്പേ ഉള്ളൂ. കുടിച്ചോ. അത് ഇച്ചിരി കൂടെ തരാം. വലിയ തണുപ്പൊന്നുമില്ലെന്നേ. ഇപ്പോൾ പോവും തണുപ്പൊക്കെ. ഭയങ്കര ചൂടല്ലേ. ഐസിനുള്ളത് സമയത്ത് ഐസാന്ന് പറഞ്ഞ സമയത്ത് ചൂടാന്ന് പറയും. ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതിനകത്തുള്ള തണുപ്പൊന്നും ഇല്ലമ്മേ. അങ്ങനെ തണുത്തതൊക്കെ ഞങ്ങൾ തരുമോ? കണ്ണമാരം തണുത്തത് അമ്മയ്ക്ക് തരാൻ പറ്റുമോ? മധുരം ഇല്ലേ? ആണോ? ചെറുതായിട്ടൊരു മധുരമേ ഉള്ളൂ. ചെറുതായിട്ട് മധുരം മതി. ഒത്തിരി മധുരം കുടിക്കത്തില്ല. പുളിയുണ്ട്. നാരങ്ങയല്ലേ, നാരങ്ങ വെള്ളമല്ലേ. ചെറു പുളി, കടും മധുരം, ഉപ്പും പുളിയും പഞ്ചസാരയും എല്ലാം കൂടെ കൂടിയുള്ളതാ. പുളിയല്ലേ. ഇച്ചിരി വെള്ളം കൂടെ തരട്ടെ? ഇച്ചിരി കൂടെ തരാം. കുടിച്ചോ. കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ വെള്ളം കൂടുതൽ കുടിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ചോറിനാനായിട്ടൊക്കെ മടിയാണ്. അതാണൊരു കുഴപ്പം. വെള്ളം കൂടുതൽ കുടിക്കുന്ന ദിവസങ്ങളിൽ വെള്ളം ചോറിനാൻ മടിയാണ്. മതിയാ? എന്നാൽ നിറച്ചേക്കാം. മൊത്തം നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറുണ്ടോ? ഇത് കുടിച്ചു ചോറുണ്ടെണ്ണം കേട്ടാ. ചൂടില്ലേ? നാരങ്ങ വെള്ളം ചൂടാക്കിയല്ലേ കുടിക്കണം, തണുപ്പല്ലേ കുടിക്കുന്നത്? നാരങ്ങ വെള്ളം തണുപ്പിച്ചാണ് കുടിക്കുന്നത്, ചൂടാക്കിയല്ല. നമ്മൾ തണുപ്പ് അത് ഇല്ല, ശകലം തണുപ്പേ ഉള്ളൂ. ഫ്രിഡ്ജ് വെച്ച വെള്ളമല്ല, നമ്മുടെ പൈപ്പിൽ നിന്ന് എടുത്ത വെള്ളമാണ് കേട്ടോ. അതിൻ്റെ ഒരു തണുപ്പുണ്ട്. ആ പൈപ്പിലെ വെള്ളത്തിനൊരു തണുപ്പുണ്ട് സൈഡിൽ. അത് കുടിച്ചോ. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറും കൂടെ ഉണ്ണണം. അത് കുടിച്ചോ. പിന്നെ ചെരുപ്പ് തിരിച്ചായിട്ടിരിക്കണേ. ചെരുപ്പ് തിരിച്ചാണ്. കാലിക്ക് പൊക്കി വെച്ചിട്ട് ചെയ്താലോ? നമ്മുടെ കാലയിലുണ്ട് പൊട്ടിയിട്ടേ. കട്ടിലുണ്ട് തട്ടിയതാ കേട്ടോ. ഇളകിയിട്ടുണ്ടാവല്ലോ എനിക്ക് തോന്നണേ. അവിടെ നഖം കൊണ്ടതാന്ന് തോന്നുന്നു കേട്ടോ. നഖത്തെ തട്ടിയതാന്ന് തോന്നുന്നു. അത് വേദനയുണ്ട്. അതാ ചെരുപ്പടാതെ നടന്നിട്ട് പറ്റിയതാ. ചെരുപ്പടാതെ നടന്നിട്ട് പറ്റിയതാണ് മരുന്ന് തോന്നുന്നു. അത്രയൊന്നും നോക്കണ്ട. ഈ അകത്ത് കൂടെ അവിടെ തീർന്നു. ശരി, മരുന്ന് കൂത്താ. അമ്മ എപ്പോഴും വേദനയാന്ന് പറഞ്ഞ് കിടക്കുമല്ലേ? ശരി, മരുന്ന് വെച്ചല്ലേ? മരുന്ന് വെച്ചതാ. അത് കാണാൻ പഞ്ഞിയെടുത്തതാ. അല്ലെങ്കിൽ അത് എപ്പോഴും തട്ടി ഇതാവൂലേ. ആ വെള്ളം കൂടെ കുടിക്കേ കേട്ടോ. അതും കൂടെ കുടിക്കേ. എല്ലാം കുടിക്കുന്നുണ്ട്. കുടിക്കട്ടെ. അത് ഇതെല്ലാം ഉള്ളതല്ലേ. എന്നാ പറ്റിയേ? അത് പറയാൻ പറ്റത്തില്ല. ഇന്നലെയൊക്കെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങിയോണ്ട് ഇനിയിപ്പോൾ ഉറങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. മരുന്ന് ഊത്തിട്ട് ഇച്ചിരി മാറിക്കോളും കേട്ടോ. മരുന്ന് ഊത്തതിൻ്റെ ആ ചെരുപ്പ് ഇട്ടേ. ചെരുപ്പില്ലാതെ നടന്ന ആ പെട്ടിയുടെ എവിടെയോ പോയി തട്ടിയതാ. അത്
എവിടെ പോയി തട്ടിയിട്ടുണ്ട് അതാ നഖം കൂട്ടി തട്ടിയിട്ടുണ്ട് അതാണ്. ഐസാ. ദൈവം ഒരു ഐസും ഇല്ല. ഇങ്ങനെ പറയരുത്. ഐസ് തരുമോ? ഐസ് തരുമോ എലിക്കുട്ടിയമ്മേ? എലിക്കുട്ടിയമ്മ ഈ ഐസാന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ വിചാരിക്കും ഐസ് തന്നു. കിടക്കാൻ പോവാ. അമ്മ പറഞ്ഞ അങ്ങോട്ട് കുടിപ്പിച്ചാണ്. മതി ഇപ്പൊ ഒരു 1.5 ഗ്ലാസോളം ആയില്ലേ? മതിയായിരിക്കും. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കുകയല്ല. അത് ഞാൻ നാരങ്ങാവെള്ളമൊക്കെ കുടിക്കുന്ന ദിവസം ഉണ്ടല്ലോ, എനിക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ തോന്നിയല്ല. വിശപ്പ് പോവും. എന്നാ കടന്നു വന്ന് ഒന്ന് മയങ്ങിക്കോ. പകല് മയങ്ങിയില്ലല്ലോ. മയങ്ങുവാണോ? മയങ്ങുവാണോ? ഇച്ചിരി ലോഷനൊക്കെ കയ്യെല്ലാം തൂത്തു വീട്ടിലോട്ട് പോവാ. ആണോ? വീട്ടോട്ട് പോണോ? വീട്ടോട്ട് പോവാൻ നമുക്ക് സമയമായില്ല. വീട്ടിലാരും ഇല്ലല്ലോ ഇപ്പോൾ. എല്ലാവരും പണിക്ക് പോയില്ലേ? വീട്ടിലാരാ ഉള്ളത് ഇപ്പം? ജോമാനാണോ? ജോമോളാ ഉള്ളത്. വീട്ടിലാരാ ഇപ്പോൾ ഉള്ളത്? ജോമോളാണോ ജോമോനാണോ? സുന്ദരി ആക്കട്ടെ എലിക്കുട്ടിയമ്മേനെ അല്ലേ? എലിക്കുട്ടിയമ്മേനെ സുന്ദരി ആക്കട്ടെ. കയ്യലൊക്കെ മറ്റേ തീർന്നായിരുന്നോ? അല്ല, അതോടെ ഇവിടെ വിവീനായുടെയാ. വിവീന ഉപയോഗിക്കൂടോ? വിവീനായിരിക്കും. ഇന്നാളെ ആരാണ്ട് പറഞ്ഞു കാലേ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കാൻ. അല്ല നമ്മളിത് നേരത്തെ നല്ല തൂക്കുന്നതല്ലേ? വെളിച്ചെണ്ണ തൂത്താലും മതി. നേരത്തെ മുതൽ അമ്മ കാലം മുരി ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ തൂക്കണ. കാലൊക്കെ നീട്ടി വെച്ച് തരുവാ. ഇതൊക്കെ നേരത്തെ മുതൽ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ, ഇപ്പോഴൊന്നുമല്ല. ഇതൊക്കെ നേരത്തെ മുതൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അമ്മയ്ക്ക് മേലാതെ വന്നു കഴിഞ്ഞ് കിടന്ന് ഏറ്റു കഴിഞ്ഞപ്പോൾ മുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഭയങ്കരമായിട്ട് മുരിയുമായിരുന്നു. കാലെല്ലാം ഇങ്ങനെ മുരിഞ്ഞ് ഭയങ്കര മുരിയായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങളിങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊക്കെ തൂത്ത് കൊടുക്കുന്നതാണ്. ആദ്യമായിട്ടാ ചെയ്യുന്നെങ്കിൽ അമ്മ പറയും വേണ്ട വേണ്ട പേടിയാ വേണ്ട വേണ്ടെന്ന് പറയുള്ളൂ. നമ്മുടെ വീടിന്റെ അടുത്തൊരു കൊച്ചുണ്ടായിരുന്നു, ചെറുതിലേ. അവള് കുഞ്ഞായിരുന്നു വരും വീട്ടില്. ഞാനിന്ന് വലിയ പ്രായമില്ലാത്ത 15 വയസ്സൊക്കെ ഉള്ളു. ഞാൻ നെയിൽ പോളിഷ് ഇടും. ഇവള് നോക്കിന്ന് കാണും കുഞ്ഞത്. എന്നിട്ട് ഇവളുടെ കാലിൽ ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് ആത്തിടാൻ പുളിയോ പേടിച്ചിട്ട് കരച്ചില്ല അവക്ക്. എന്നിട്ട് പിന്നെ ഇട്ട് കൊടുത്തു. ഒരു വിത്തി കരച്ചിലൊക്കെ മാറ്റി ഇട്ട് പോയി. അതിന് എന്നും വന്നേക്കും ഇങ്ങോട്ട് ഇട്ടുതാന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ. കുഴപ്പമില്ല. കാലിൻ്റെ വേദന അവിടെ നഖം ഇതായിട്ടുണ്ട്. അതാണ് ലോലമായിക്കൊണ്ടിരിക്കുമല്ലേ, അതിൻ്റെയൊക്കെ കുഴപ്പമാണ്. സാരമില്ല പൊക്കോളും കേട്ടോ. സാരമില്ല പൊക്കോളും. എന്താന്നിങ്ങനെ എലിക്കുട്ടി കുഞ്ഞ്. ഓ കിടന്നു. ഷൈനസ് പോലെയായേ. നമ്മളെല്ലാം തൂത്ത് കൊടുത്തു. പക്ഷെ അമ്മയ്ക്ക് എങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെയാണേ. കൊച്ചെ നല്ല ഈ അസുഖമൊക്കെ വരുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കും, നിന്റെ വീട്ടിൽ ആരൊക്കെ അപ്പനും അമ്മയ്ക്കൊക്കെ സുഖാണോ? ചാച്ചനും അമ്മയ്ക്ക് സുഖാണോ? നടക്കാവോ അമ്മയ്ക്കൊക്കെ? അതൊക്കെ കുറെ വിശേഷങ്ങളൊക്കെ എന്നോട് കൊച്ചു വർത്തമാനൊക്കെ എന്നോട് ചോദിക്കും. ഇപ്പം ഷൈനസ് പോലെയായി ഇപ്പം. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെയൊന്നും ആരും ചെയ്ത് കൊടുക്കാനില്ല. അന്നത്തെ കാലത്തില്ല, അത് വേറെ കാര്യം. ഇന്ന് പണിപ്പീരോട് പണി മാത്രമല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെ അത് പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ. കലണ്ടർ തന്നെ ഇതാ. ഇനി കഞ്ഞി കുടിക്കാനായിട്ടാ മതി കേട്ടാ. ഇന്നലത്തെ പോലെ ഇനി വിശക്കുമ്പം കൊടുത്താൽ മതി. ഇന്നലെ വിശക്കുമ്പോൾ കൊടുത്തേ, അമ്മ പറഞ്ഞപ്പോഴല്ലേ കൊടുത്തേ. അതാ ക്രീം തൂത്തതിൻ്റെയാ. ക്രീം ഉണങ്ങുന്നതിൻ്റെയാ കേട്ടോ. ലോലമല്ലേ കൈയൊക്കെ ഇപ്പം. അപ്പം അതുകൊണ്ട് ക്രീം തൂത്തപ്പം ഡ്രൈ ആകുന്നതിൻ്റെ ആയിട്ട് നമുക്ക് വലിച്ചിട്ട് തോന്നണ. ശരിയായിക്കോളൂ അത്. കിടന്നോ. സന്തോഷം കുട്ടി വന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞോ? ഉറക്കമൊക്കെ കഴിഞ്ഞോ? ആ, അതിനെ ഉറങ്ങാഞ്ഞേ? രാത്രിയിൽ ഉറങ്ങിയാ മതി കേട്ടോ. പകൽ ഉറങ്ങണ്ട, രാത്രിയിൽ ഉറങ്ങിയാ മതി. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ രാത്രി പ്രാർത്ഥന ചൊല്ലും. ഇല്ല, അത് അമ്മ കൂടുതൽ അസുഖം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലേ ഉള്ളൂ പണ്ടും ചൊല്ലിയിട്ടുള്ളൂ. മേലായിരിക്കുന്ന സമയത്ത് അമ്മ കൂടുതലും പ്രാർത്ഥനയിലോട്ടാണ്.
അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നല്ലോ. കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അതെ, ദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രാർത്ഥനയിലൂടെ അമ്മ രോഗം കൂടുതൽ കുറയ്ക്കൊണ്ടിരുന്നത്. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിട്ടേ കാര്യമില്ല. മനുഷ്യരിൽ ആശ്രയിക്കാവുന്നതിൽ എത്രയോ ഭേദമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്, അല്ലേ അമ്മേ? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്, അല്ലേ? നമ്മളെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. ആ, അല്ലാതെ മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ? മനുഷ്യർ വല്ലതും ചിലപ്പോൾ തന്നെന്ന് വരുമായിരിക്കും ചോദിക്കുമ്പോ, പക്ഷെ അത് വിളിച്ചു പറയല്ലേ, പിന്നെ അത് എപ്പോഴെപ്പോഴും പറഞ്ഞോണ്ടിരിക്കല്ലേ, ഇല്ലേ അമ്മേ? മനുഷ്യരെങ്ങനെയാണെന്നറിയാവോ, അവര് ഒരുപാട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പരസ്യം മുഴുവൻ തകർക്കും. അതെ, പരസ്യം ചെയ്തങ്ങ് തീർക്കും. അല്ലാതെ ഒരു സ്നേഹമോ ഒരു ബന്ധമോ കാരുണ്യോ ഒന്നും അങ്ങനെയൊന്നുമല്ല. പോലും എല്ലാരും ഒന്നും അങ്ങനെയൊന്നുമല്ല, അതൊക്കെ ചുമ്മാ പറയണ. ചിലവരൊക്കെ ഉണ്ട്, കുറച്ച് പേര് ഒരു 10% ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്നും അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കില്ല. അത് കുറേ, അതെല്ലാ സ്ഥലത്തിലും ഉള്ളു, സമൂഹത്തിലെ എല്ലാ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, സമൂഹം നിലനിൽക്കുകയല്ലോ. ഞാൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. അമ്മ പറഞ്ഞത് ഓരോ കാര്യങ്ങളും മനുഷ്യർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ഓരോ ചിലർ ചെയ്യല പറയുന്നവരുണ്ട്, കുടുംബത്തിലുള്ളവർ തന്നെ പറയുന്നവരുണ്ട്. അല്ല, അതൊക്കെ ഉണ്ടെന്നേ. അതൊക്കെ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പണ്ടത്തെ കാലത്തെ പോലെ അല്ല, ഇപ്പൊ കുറച്ചൊക്കെ പറയണം, പറയാതെ കാര്യമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ പറയണം. ഇന്ന് ആൾക്കാർക്ക് സമയമില്ലല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് ആൾക്കാർ പറയും. അമ്മ പറഞ്ഞുകൊണ്ട് കിടക്കും, അത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അപ്പം എല്ലാ ടൈപ്പ് ആൾക്കാർ വേണം, എന്നാലേ കാര്യമുള്ളൂ. സമൂഹത്തിൽ എല്ലാ ടൈപ്പ് ആൾക്കാരിലേക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാരും പരിശുദ്ധന്മാരായി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ? എലിക്കുട്ടി ടി വി കാണോ? സിനിമയിലാണ് അല്ലേ? സിനിമ കണ്ടോന്നാ, ഒച്ചയായിട്ട് കൊണ്ട് നോക്കിയിട്ട് ഇറങ്ങി വന്നാ. എല്ലാരും പരിശുദ്ധന്മാരായി ജീവിക്കാൻ പറ്റുമോ? അപ്പം ഇതിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്? സിനിമ കാണട്ടെ. ഞങ്ങൾ ചെന്നാതെ വെയില, പുറത്തോട്ട് ഇറങ്ങാൻ മേല. പണിയുണ്ടോന്ന് ചോദിച്ചാൽ അകത്തുള്ള പണികളൊക്കെ ഉണ്ട്, പക്ഷെ മടിയാ, ഈ ചൂട് കാരണം മേല. ഇന്ന് ഇച്ചിനായിരുന്നു വല്ലോടുന്ന് കാണാന്ന് വിചാരിച്ചു. അമ്മ എന്നാ കഞ്ഞി കുടിച്ചാലോ? നമുക്ക് കഞ്ഞി കുടിച്ചാലോ? സിനിമ കണ്ടോണ്ട് കഞ്ഞി കുടിക്കാം. എന്നാത്തിനാ ഇച്ചിരി എടുക്കട്ടെ, ഇച്ചിരി 1.5 ആട്ടെ, എന്നിട്ട് എടുക്കാം. വെള്ളം കുടിച്ചാലോ? 1.5 ആട്ടെ, എന്നിട്ട് ശരിക്കും മനസ്സിലാക്കാം. കഞ്ഞി വേണമെങ്കിൽ പറയണം കേട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ കുടിക്കാം. കഴിഞ്ഞു മതി, ഇന്ന് നല്ല ചൂടുവാ. അപ്പം അമ്മ അങ്ങനെ സിനിമയിൽ മുഴുകിയിരിക്കുകയാണ് കേട്ടോ. ഏതോ ഒരു സിനിമ വെച്ചിട്ടുണ്ട്, അമ്മ ആ സിനിമയിൽ മുഴുകിയിരിക്കുകയാണ്. അതൊക്കെയല്ലേ അമ്മ ഇരുന്ന് സിനിമ കാണട്ടെ. എത്ര ദിവസം വളരെ ക്ഷീണത്തിൽ കിടന്നാണ് അമ്മ. അവിടെ സിനിമയും കണ്ടുകൊണ്ടാണ്, പ്രാർത്ഥന ഇല്ലെന്ന് കേട്ടോ. കുറച്ചു നേരം സിനിമ കണ്ടിട്ട് ഏലക്കുട്ടിയമ്മ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ പ്രാർത്ഥന തുടങ്ങിയതാണ്. ഇപ്പോൾ ടി വിയും കാണുന്നത്, പ്രാർത്ഥന ചെല്ലുന്നു. സാധാരണ അമ്മ കുരിശ് വരച്ച് കുളിച്ച് കഴിയുമ്പോഴത്തേനും ഒരു പ്രാർത്ഥന ചെല്ലിച്ചുള്ളതാണ്. നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങിയിട്ടൊക്കെ വന്ന് പ്രാർത്ഥനയില്ലെന്നാണ്. ഇന്നിപ്പം കുത്തിയിരുന്നുള്ള പ്രാർത്ഥനയിലാണ്, കിടന്നുറങ്ങുന്നില്ല. അപ്പം പ്രാർത്ഥന കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കുന്നുള്ളതാണ് പറഞ്ഞത്. കഞ്ഞി കുടിക്കുന്ന കാര്യം ചോദിച്ചപ്പം കഞ്ഞി കുടിക്കുന്നില്ലേ? കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞി ഉച്ചക്കത്തെ കഞ്ഞി കുടിക്കണ്ടേ? ഇനി ഉണ്ട്, ഉച്ചക്കത്തെ കുടിക്കാനുണ്ട്. രാവിലത്തെ കുടിച്ചുള്ളൂ. ഇല്ലെന്നേ, കുടിച്ചില്ലെന്നേ. കുടിക്കാനുണ്ട്, കുടിച്ചില്ല. ഇല്ലെന്നേ. ഞങ്ങൾ കണ്ട ഇവിടെ, ഞാനിവിടെ ഉള്ളതല്ലേ. പിന്നെ തന്ന ഞങ്ങൾക്കല്ലേ അറിയാവുന്നേ, തന്നില്ലെന്നുള്ളവർ ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ഇത് കുടിച്ചില്ല കേട്ടോ, കഞ്ഞി കുടിച്ചില്ല കേട്ടോ. കഞ്ഞി കുടിക്കാറായോ? നമ്മുടെ സ്ഥലത്ത് സിനിമയിലാണ്. അവിടെ സിനിമയ്ക്കകത്ത് ഇടിയും പിടുത്തമൊക്കെയാണ് സിനിമയ്ക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് അമ്മ സ്ഥലത്ത് സിനിമയിലോട്ട് പോയിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥന അങ്ങ് വിട്ടു. കഞ്ഞി കുടിച്ചാലോ? പിന്നെ അമ്മ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോഴത്തേനേ ഉള്ളൂ കഞ്ഞി കുടിക്കാൻ വിളിച്ചാൽ വരുള്ളൂ. ജോമളെ വിളിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, പ്രാർത്ഥന തീർന്നു കഴിയുമ്പോഴത്തേനും വരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഏകദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ശുദ്ധമാനമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. തമ്പുരാനോട് നീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. കന്യാസ്ത്ര നിർമ്മല കന്യേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.
ചാലപൂഴ്ചയ്ക്ക് യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി സകല ഹൃദയങ്ങൾക്ക് അതിവിധി കേന്ദ്രമായി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ മേക്കുള്ളേ.